എല്ലാവർക്കും യു കെ എജുസോണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രോസസ് കോസ്റ്റിങ്ങുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോസസ് അക്കൗണ്ടാണ്. അതിനകത്തുള്ള ഒരു 2-3 പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പല സിറ്റുവേഷൻസ് വരുന്ന പ്രോബ്ലംസ്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പ്രോസസ് കോസ്റ്റിങ്ങിനകത്ത് ലോസ് ഇൻ വെയ്റ്റും അതോടൊപ്പം തന്നെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും വരുന്ന പ്രോബ്ലമാണ്. നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. The question നോക്കുക. The information given below is extracted from the cost account of a factory producing a commodity in the manufacture of which 3 processes are involved. അതായത് ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്താണ് 3 പ്രോസസ്സാണ് അതിനകത്ത് ഉള്ളത്. 3 പ്രോസസ്സാണ്. പ്രിപ്പയർ പ്രോസസ് കോസ്റ്റ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഓരോ സ്റ്റേജിനകത്തും കോസ്റ്റ് പെർ യൂണിറ്റും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മളത് ക്വസ്റ്റിനകത്ത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല എങ്കിലും നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. Then the operation of each separate process are completed daily. ഒരു നിങ്ങളുടെ ഇൻഫർമേഷൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ the value of each units are to be charged to process B and process C is the cost per unit of process A and A plus B respectively. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ് കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ ഒരു കാൽക്കുലേഷൻ എന്നുള്ളത്. നമുക്കത് പ്രോബ്ലത്തിൻ്റെ അവസാനം നിങ്ങൾക്ക് ആ ഒരു ഭാഗം മനസ്സിലാവും. നോർമലി നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൻ്റെയൊക്കെ ചെയ്ത അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ദെൻ പ്രോസസ് എ ബി സി എന്ന് പറഞ്ഞിട്ട് 3 കോളത്തിനകത്ത് കുറച്ച് ഇൻഫർമേഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഡയറക്റ്റ് വേജസ് ഉണ്ട്, അത് നമ്മുടെ പ്രോസസ് അക്കൗണ്ട് ഡെബിറ്റ് ഭാഗത്ത് എഴുതുന്നതാണ്. ദെൻ മെഷീൻ എക്സ്പെൻസ് ഉണ്ട്. ദെൻ ഫാക്ടറി ഓൺ കോസ്റ്റ് എന്ന് തന്നിട്ടുണ്ട്, അതും ഡെബിറ്റ് ഭാഗത്ത് എഴുതുന്ന ഐറ്റമാണ്. ദെൻ റോ മെറ്റീരിയൽ കൺസ്യൂംഡ്, അതായത് പ്രോസസ്സ് ചെയ്യുന്നതിനകത്ത് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറഞ്ഞിട്ട് 24,000 റുപ്പീസാണിത്, അത് തന്നിട്ടുണ്ട്. ദെൻ യൂണിറ്റ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ളത് പ്രൊഡക്ഷൻ്റെ ആണ്. ഗ്രോസ് 37,000 എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് എ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആ റോ മെറ്റീരിയലിൻ്റെ എമൗണ്ട് എത്രയാണ്? 24,000 ആണ്. അതിൻ്റെ യൂണിറ്റ് 37,000 യൂണിറ്റാണ് ഉള്ളത്. ദെൻ വേസ്റ്റേജിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്വസ്റ്റിനകത്ത് നമ്മൾ വേസ്റ്റേജ് അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്, ബാലൻസ് ഫിഗറൊക്കെ വെച്ചിട്ട്. ഇവിടെ വേസ്റ്റേജ് തന്നിട്ടുണ്ട്. എൻ്റെയും ബിൻ്റെയും സിൻ്റെയും വേസ്റ്റേജ് എമൗണ്ട് തന്നിട്ടുണ്ട്. ദെൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അത്ര ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് ഓരോ പ്രോസസ്സിൻ്റെയും അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ആ പ്രോബ്ലത്തിൻ്റെ ബാക്കി ഭാഗങ്ങളൊന്ന് നോക്കാം. ഇതിനകത്ത് പ്രോസസ് എൻ്റെ അക്കൗണ്ടാണ് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത്. പ്രോസസ് എൻ്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ യൂസ്ഡ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. റോ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ളത് 37,000 ആണ്, ക്വസ്റ്റിനകത്ത് തന്നിട്ടുള്ള എമൗണ്ടാണ്. അതുപോലെ തന്നെ റോ മെറ്റീരിയൽ അതിൻ്റെ എമൗണ്ട് എന്നുള്ള 24,000 ക്വസ്റ്റിനകത്ത് തന്നിട്ടുള്ളതാണ്. 24,000 എമൗണ്ട് എന്നുള്ള ക്വസ്റ്റിനകത്ത് തന്നിട്ടുള്ളതാണ്. ദെൻ ഡയറക്റ്റ് വേജസ് ഉണ്ട്, മെഷീൻ എക്സ്പെൻസ് ഉണ്ട്, ഫാക്ടറി ഓൺ കോസ്റ്റ്, ഇതൊക്കെ നമ്മൾ ക്വസ്റ്റിനകത്ത് തന്നിട്ടുള്ള എമൗണ്ടാണ്. അതുപോലെ തന്നെ ഈ വേസ്റ്റേജ് എന്നുള്ള 1000 രൂപയും ക്വസ്റ്റിന് തന്നിട്ടുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് 36,000 യൂണിറ്റും അതോടൊപ്പം തന്നെ 36,000 എമൗണ്ട് എന്നുള്ളത്. ഇനി എന്ത് ചെയ്യുന്നു? അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. പ്രോസസ്സ് ബിയിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പ്രോസസ്സ് എൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. 1 രൂപയാണ് ഇതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് പ്രോസസ്സ് ബീൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. പ്രോസസ്സിൻ്റെ ബീൻ്റെ അക്കൗണ്ട് നമ്മുടെ പ്രോസസ്സ് എ അക്കൗണ്ട് എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെയാണ് പ്രോസസ്സ് ബീൻ്റെയും അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിട്ടുള്ള ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് 4,000 യൂണിറ്റ് എന്നുള്ളത് ക്വസ്റ്റിനകത്തുള്ളതാണ്. 4,000 യൂണിറ്റ് ക്വസ്റ്റിനകത്തുള്ളതാണ്. ഈ 4,000 എന്നുള്ള ഈ എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന എമൗണ്ടാണ്. അതായത് കോസ്റ്റ് പെർ യൂണിറ്റ് 1 രൂപയാണ്. മുൻപ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള അതായത് പ്രോസസ്സ് എയിൽ നിന്ന് പ്രോസസ്സ് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള എമൗണ്ടിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത് 1 രൂപയാണ്. അപ്പോൾ അതിവിടെ എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത് 1 രൂപയാണ്. അങ്ങനെ 4,000 × 1 എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ള 4,000 എമൗണ്ട് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് നമ്മൾ കഴിഞ്ഞ പ്രോസസ്സിൻ്റെ എമൗണ്ട് നമ്മൾ ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വെക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും നമുക്കത് ക്വസ്റ്റിനകത്ത് നമുക്ക് എഴുതാവുന്നതാണ്. ഡയറക്റ്റ് വേജസ് ക്വസ്റ്റിനകത്തുള്ളതാണ്. മെഷീൻ എക്സ്പെൻസ് ക്വസ്റ്റിനകത്തുള്ളതാണ്. ഫാക്ടറി ഓൺ കോസ്റ്റ് എന്നുള്ളത് ക്വസ്റ്റിനകത്ത് തന്നിട്ടുള്ള ഐറ്റമാണ്. ദെൻ വേസ്റ്റേജ് എന്ന് പറഞ്ഞാൽ 1,500 രൂപയും ക്വസ്റ്റിനകത്തുണ്ട്.
ദെൻ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ 1000 രൂപയും ക്വസ്റ്റിനകത്തുണ്ട്. പക്ഷേ അതിൻ്റെ എമൗണ്ട് ക്വസ്റ്റിനകത്തില്ല. എമൗണ്ട് എത്രയാണ്? 1 രൂപ തന്നെയാണ് എമൗണ്ട് എന്നുള്ളത്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്താണ് 1 രൂപയാണ്. അതുപോലെ തന്നെ പ്രീവിയസ് പ്രോസസ്സിനുള്ളത് എത്രയാണ്? ₹1 ആണ്. അപ്പോൾ എന്താണ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ പെർ യൂണിറ്റ് എത്രയാണ്? 1 രൂപയാണ്. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച എമൗണ്ടാണ് ഈ 1000 എമൗണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് ആ പ്രോസസ് അക്കൗണ്ടിനകത്ത് എഴുതി വെച്ചാൽ നമുക്ക് ആ യൂണിറ്റ് കോളം ബാലൻസ് ചെയ്താൽ 37,500 എന്നുള്ളത് എമൗണ്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ എമൗണ്ട് കോളം ബാലൻസ് ചെയ്താൽ 56,250 എന്നുള്ള എമൗണ്ട് നമുക്കതിൽ നിന്ന് കിട്ടും. ദെൻ 56,250 ഡിവൈഡ് ബൈ 37,500 അതായിരിക്കും കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത്. 1.50 ആണ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത്. ഈ 1.50 ആണ് അതിൻ്റെ ആ യൂണിറ്റ് എന്നുള്ളത് നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ കോളത്തിനകത്ത് എഴുതി വെക്കുന്നു. ദെൻ ഈ 37,500 അത് യൂണിറ്റ് അതിൻ്റെ എമൗണ്ട് ആയിട്ടുള്ള 56,250 ഇത് നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതായത് നെക്സ്റ്റ് പ്രോസസ്സ് ഇവിടെയുള്ളത് പ്രോസസ് സീൻ്റെ അക്കൗണ്ടാണ്. പ്രോസസ് സീൻ്റെ അക്കൗണ്ടിലേക്ക് ഇത് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്ത് വെക്കുന്നു. ഓക്കെ, അത്രയാണ് നമ്മൾ അതിനകത്ത് ചെയ്യുന്നത്. ദെൻ പ്രോസസ് സീൻ്റെ അക്കൗണ്ട് ഇത് ലാസ്റ്റ് പ്രോസസ്സാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് നമ്മൾ ഫിനിഷ്ഡ് സ്റ്റോക്കിലേക്ക് ഫിനിഷ്ഡ് ഗുഡ്സിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദെൻ നമുക്ക് നോക്കാം പ്രോസസ് ബി എങ്ങനെയാണോ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇവിടെയുള്ള ഈ 16,500 ക്വസ്റ്റിനകത്തുള്ളതാണ്. 1.50 എന്നുള്ളത് നമ്മൾക്ക് പ്രീവിയസ് പ്രോസസ്സിൻ്റെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള കോസ്റ്റ് പെർ യൂണിറ്റ് ഇത് 1.50 ആണ്. അതാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് അവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾക്ക് വാല്യൂ കിട്ടിയിട്ടുള്ളത്. അതായത് ഈ 16,500 എന്നുള്ളത് എമൗണ്ട് ക്വസ്റ്റിനകത്ത് തന്നിട്ടുള്ളതാണ്. ഈ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. അതുപോലെ തന്നെ 37,500 എന്നുള്ളത് പ്രീവിയസ് പ്രോസസ്സിൻ്റെ എമൗണ്ടാണ്. 56,250 എന്നുള്ളത് പ്രീവിയസ് പ്രോസസ്സിൻ്റെ എമൗണ്ട് നമ്മൾ ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ദെൻ ഡയറക്റ്റ് വേജസ് ക്വസ്റ്റിനകത്തുള്ളതാണ്. മെഷീൻ എക്സ്പെൻസ് ക്വസ്റ്റിനകത്തുള്ളതാണ്. ഫാക്ടറി ഓൺ കോസ്റ്റ് ക്വസ്റ്റിനകത്തുള്ളതാണ്. വേസ്റ്റേജ് എന്നുള്ളത് ക്വസ്റ്റിനകത്തുള്ളതാണ്. ദെൻ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ 5,500 എന്നുള്ള യൂണിറ്റ് ക്വസ്റ്റിനകത്തുണ്ട്. പക്ഷേ എമൗണ്ട് ക്വസ്റ്റിനകത്തില്ല. എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1.50 എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ് ഓപ്പണിംഗ് സ്റ്റോക്കിനകത്തെല്ലാം എത്രയാണ്? 1.50 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണ് 8250 എന്നുള്ള ഒരു എമൗണ്ട് കിട്ടിയിട്ടുള്ളത്. ദെൻ എന്താണ് ഈ ഫിനിഷ്ഡ് സ്റ്റോക്കിൻ്റെ ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ബാലൻസ് ചെയ്യുന്നു. അതായത് 54,000 ഇവിടെ എഴുതുന്നു. അതിൽ നിന്ന് 500 അതുപോലെ തന്നെ 5,500 എന്നുള്ള അത് ഡിഡക്ട് ചെയ്താൽ നമുക്കത്ര കിട്ടും 48,000 എന്നുള്ളത് കിട്ടും. അതേപോലെ തന്നെയാണ് 1,16,250 നിന്ന് 8,250 ഡിഡക്ട് ചെയ്താൽ നമുക്കെന്ത് കിട്ടും? ഇതിൻ്റെ ഈ ഒരു വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചാൽ എന്താണ് അതിൻ്റെ 2.25 എന്നുള്ള അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റും കിട്ടും. ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ള അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോസസ് അക്കൗണ്ടിനകത്ത് ലോസ് ഇൻ വെയ്റ്റും അതുപോലെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്കും അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഇൻഫോർമേഷൻ ക്വസ്റ്റിനകത്ത് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതി എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമ്മൾ പ്രോസ് കോസ്റ്റിങ്ങിനകത്തുള്ള പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിലൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക. നോർമൽ പ്രോസ് ലോസും ഒക്കെ വരുന്ന അതുപോലെ തന്നെ സിമ്പിൾ പ്രോസ് അക്കൗണ്ടൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ കൂടി ഒന്ന് കാണുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് ചോദിക്കാം. താങ്ക് യു. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.